ഹായ് അസ്സാം വലൈക്കും. ഹസീന പിസ്സ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പുതിയൊരു വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത്. എന്നും ഞാൻ വിളവെടുപ്പും നടുന്നതും അതുപോലെ പൂക്കളെ കാണിക്കുന്ന അങ്ങനെയുള്ള വീഡിയോസുമായിട്ടാണല്ലോ വരാറ്. ഇന്ന് ഒരു വെറൈറ്റി വീഡിയോയാണ്, വളം ഉണ്ടാക്കുന്ന വീഡിയോയാണ്. എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട് എന്ത് വളമാണ് കൊടുക്കുന്നത് എന്നൊക്കെ. അപ്പോൾ അത് എങ്ങനെ തയ്യാറാക്കുന്നത് എന്ന് ഞാൻ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഉണ്ടാക്കുന്ന വളമാണ് ഞാൻ എൻ്റെ ചെടിക്ക് ഇട്ട് കൊടുക്കാറുള്ളത്. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ നേരിട്ട് നിങ്ങളെ കാണിക്കാം. ഞാൻ ആദ്യം ഉണ്ടാക്കി വെച്ച വളവും കാണിക്കാം. പിന്നെ അത് എങ്ങനെ ഉണ്ടാക്കുന്നത് എന്നും ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. നേരിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് എല്ലാം മനസ്സിലാവും. അപ്പോൾ അത് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതാ കണ്ടില്ലേ, ഇതാണ് കേട്ടോ ഞാൻ എൻ്റെ ചെടികൾക്ക് ഇട്ട് കൊടുക്കുന്ന ഞാൻ പറഞ്ഞ ആ വളം, കരിയില കമ്പോസ്റ്റ്. ഇതിൽ കരിയില മാത്രമല്ല കേട്ടോ ഞാൻ ഇടുന്നത്. ഇതെന്തൊക്കെ ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നതെന്ന് എൻ്റെ വീഡിയോ ഫുള്ളായിട്ട് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിൻ്റെ കളറ് കണ്ടില്ലേ, എന്താ കളറ്, നല്ല കറുപ്പ് കളറാണ്. ഇത് ചെടികൾക്കൊക്കെ അങ്ങോട്ട് ഇട്ടാൽ ചെടികൾ നല്ല തഴച്ച് വളരും കേട്ടോ. കണ്ടില്ലേ, ഇത് നല്ല പൊടിഞ്ഞ് നല്ല കമ്പോസ്റ്റ് ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിലിട്ട മുട്ടത്തോട്, അതേപോലെ കിച്ചൺ വേസ്റ്റ് എല്ലാം ഒന്നും ഇതിൽ കാണാനില്ല കേട്ടോ. എല്ലാം നല്ല കമ്പോസ്റ്റായി നല്ലൊരു വളമായിട്ട് മാറിയിട്ടുണ്ട്. നന്നായി പൊടിഞ്ഞിട്ടുണ്ട്. 1 രൂപ പോലും ഇതിന് ചിലവില്ല കേട്ടോ. നമുക്ക് ഇത് ഉണ്ടാക്കാനുള്ള മനസ്സ് മാത്രം ഉണ്ടായാൽ മതി. കൃഷിയോട് താല്പര്യമുള്ളവർക്ക് മാത്രമേ ഇതിനൊക്കെ മനസ്സ് വരുള്ളൂ. ഇത് ചെടികൾക്ക് ഇട്ട് കൊടുത്താൽ മണ്ണിൻ്റെ ഘടന തന്നെ മാറും കേട്ടോ. നല്ല വായു സഞ്ചാരം ഉണ്ടാവും. ഈർപ്പം പിടിച്ചു നിർത്താനുള്ള കഴിവുണ്ട്. മണ്ണിൽ നല്ല ഉപകാരമുള്ള സൂക്ഷ്മജീവികൾ വളരാൻ ഇത് വളരെയധികം പ്രയോജനപ്പെടും. അതുമാത്രമല്ല, ചെടികൾ നല്ല ആരോഗ്യത്തോടു കൂടി വളരുന്നത് കൊണ്ട് തന്നെ ഒരുവിധം രോഗങ്ങളൊന്നും ചെടിയെ പിടികൂടാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ കീടനാശിനിയോ മരുന്നുകളൊന്നും വാങ്ങി ചെടികൾക്ക് അടിക്കേണ്ടതില്ല. ചെടികളുടെ അടിയിൽ നല്ല ഈർപ്പം നിലനിർത്തും. അതുകൊണ്ട് എപ്പോഴും നനയ്ക്കേണ്ട ആവശ്യമില്ല. ഇടയ്ക്കൊക്കെ ഒന്ന് നനച്ചു കൊടുത്താൽ മതിയാവും. അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഇതിനുണ്ട്. പിന്നെ പണത്തിൻ്റെ കാര്യം പറയണ്ടല്ലോ. ഇത് ഉണ്ടാക്കാനുള്ളൊരു മനസ്സ് വെക്കുകയാണെങ്കിൽ ഇത് രാസവളം വാങ്ങുകയോ അതുപോലെ ചാണകം വാങ്ങുകയോ ഒന്നും വേണ്ട. ഒരുപാട് ചെടികൾക്ക് ഇട്ട് കൊടുക്കാനുള്ള വളം ഉണ്ട് ഈ ചാക്കിൽ തന്നെ. ഞാനിപ്പോൾ ഇതുപോലെ ഒരു 3-4 ചാക്കിൽ ഇതുപോലെ കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടില്ലേ, ഇതൊക്കെ അതേപോലെ ഉള്ള ഇട്ട് വെച്ചതാണ്, കണ്ടില്ലേ. പിന്നെ അപ്പോൾ ഇതുപോലെ ഇങ്ങനെ നമ്മൾ കുറേശ്ശെ ഇട്ട് വെക്കും. ഒരു 2-3 മാസമൊക്കെ ആകുമ്പോഴേക്കിന് അത് നല്ലൊരു കമ്പോസ്റ്റായി ഇതുപോലെ പൊടിഞ്ഞ വളമായിട്ട് മാറിയിട്ടുണ്ടാവും. പിന്നെ ചിലർക്ക് സംശയം ഉണ്ടാവും, ഇത് മഴയിൽ നനയാൻ പറ്റുമോ, ഇല്ല വെയിലത്ത് വെക്കണോ, തണലത്ത് വെക്കണോ എന്നൊക്കെ. അപ്പോൾ ഇത് മഴ കൊള്ളിക്കാതിരിക്കുന്നതാണ് വളരെ ഏറ്റവും ഉത്തമം. കാരണം അതുപോലെ വെയിൽ തട്ടിയാലും ഇത് പെട്ടെന്ന് അങ്ങോട്ട് ഉണങ്ങിപ്പോവും. അതുകൊണ്ട് നമുക്ക് കമ്പോസ്റ്റായി കിട്ടില്ല. അതുകൊണ്ട് ഇത് നല്ല നിഴലുള്ള സ്ഥലത്ത് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്, മഴയും വെയിലും കൊള്ളാത്ത സ്ഥലത്ത്. പിന്നെ മഴയത്ത് വെക്കണോണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇങ്ങനെ സൗകര്യം ഇല്ലെങ്കിലൊക്കെ എന്നാലും ഇത്രയും ഗുണം കിട്ടില്ല നമുക്ക്. അത് മഴവെള്ളം തട്ടുമ്പോൾ അതിലുള്ള ഗുണങ്ങളൊക്കെ കുറേ അങ്ങനെ ഒഴുകി പോവുമല്ലോ കുറച്ചൊക്കെ. അതുകൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതിങ്ങനെ അതുപോലെ പൊടി പോലെ ആയി കിട്ടില്ല, കുറച്ച് നനവൊക്കെ ഉള്ള പോലെ ഉണ്ടാവും. പിന്നെ മഴ പോകുമ്പോൾ അത് അങ്ങനെ ഡ്രൈ ആയിക്കോളും. പക്ഷെ എന്നാലും നമ്മളിത് കഴിവതും നിഴലത്ത്, അതേപോലെ സൺസൈഡിൻ്റെ അടിയിലോ അങ്ങനെയൊക്കെ വെക്കുന്നതായിരിക്കും നല്ലത്.
ഞാനിപ്പോൾ എൻ്റേത് ഈ സൺസൈഡിൻ്റെ അടിയിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഇത് കറക്റ്റ് കമ്പോസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടില്ലേ, നല്ല പൊടിഞ്ഞ് നല്ല പൊടിയായിട്ടുണ്ട്. അധികം നനവൊന്നും ഇല്ലാതെ നല്ല വൃത്തിയായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചെടികൾ വേണമെങ്കിൽ ഇതിൽ ഇങ്ങനെ തന്നെ ചെടികൾ നട്ട് വെക്കാം കേട്ടോ. പിന്നെ ഇനി വേണമെങ്കിൽ കുറച്ച് മണ്ണ് മിക്സ് ചെയ്ത് അങ്ങനെയും ചെയ്യാം. ഇങ്ങനെ തന്നെ നട്ടാലും കുഴപ്പമൊന്നുമില്ല. കാരണം വേസ്റ്റൊക്കെ നമുക്ക് ഇഷ്ടം പോലെ കിട്ടുമല്ലോ. കരിയിലയും ഇഷ്ടംപോലെ കിട്ടുന്നവരുണ്ടാവും. കിട്ടാത്തവർക്ക് പിന്നെ കിച്ചൺ കമ്പോസ്റ്റും അതൊക്കെ മിക്സ് ചെയ്ത് പിന്നെ ഒക്കെ നമുക്ക് ചെടി നട്ടു കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇനി കരിയില കമ്പോസ്റ്റ് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ കരിയില കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ നമുക്ക് ആദ്യം വേണ്ടത് ഒരു ചാക്കാണ്. സിമെൻറ്റ് ചാക്കോ ഇല്ലെങ്കിൽ അരിച്ചാക്കോ ഏതാണോ നിങ്ങൾക്ക് കിട്ടുന്നത്, ഫ്രീ ആയിട്ട് വീട്ടിൽ ആവശ്യമില്ലാതെ കിടക്കുന്നുണ്ടാവുമല്ലോ, അതൊന്ന് എടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ആ ചാക്കിലേക്ക് ഈ കരിയില കുറച്ച് അധികം ഇട്ട് കൊടുക്കുക കേട്ടോ. നന്നായി ഇട്ട് കൊടുക്കുക. അപ്പോൾ പ്രത്യേകിച്ച് പറയാനുള്ളത്, നിങ്ങൾ തോട്ടത്തിലൊക്കെ പോയി കരിയില എടുക്കുന്നവരാണെങ്കിൽ ശ്രദ്ധിച്ചെടുക്കണം. കയ്യിൽ ഗ്ലൗസ് ഇടുന്നത് നന്നായിരിക്കും. ഞാൻ എപ്പോഴും ഞങ്ങളെ മുമ്പിൽ തന്നെ മുറ്റത്തിൻ്റെ ഒരു അരുവിൽ നിന്നാണ് ഇത് എടുക്കുന്നത്. അപ്പോൾ അടിച്ച് വരുമ്പോൾ ഇതിന് വേണ്ടി ഞാനിങ്ങനെ ചേർത്തി വെക്കുന്നതാണ്. അപ്പോൾ തോട്ടത്തിൻ്റെ ഉള്ളിലൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ പാമ്പൊക്കെ ഉണ്ടാവാനൊക്കെ സാധ്യതയുണ്ട്. ശ്രദ്ധിച്ച് എടുക്കണം. ഈ ചാക്കിന് നമുക്ക് 1 രൂപ പോലും ചിലവില്ല. കരിയില നന്നായി ഇടാൻ പറഞ്ഞത് ഇത് ഒരു കരിയില കമ്പോസ്റ്റാണല്ലോ, അതുകൊണ്ടാണ്. പ്ലാസ്റ്റിക്കൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് ഒഴിവാക്കണം. ഇനി ഞാനിതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നത് ഇത് ചേമ്പും തണ്ടാണ് കേട്ടോ. ഞാൻ ചേമ്പ് പറിച്ചതിൻ്റെ തണ്ടും ഇലയും എല്ലാം വെട്ടി പീസാക്കി ഇവിടെ എടുത്തു വെച്ചതാണ് ഇതിൽ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് വാഴത്തണ്ട്, വാഴൻ്റെ ഇല, എന്തെങ്കിലും ഒരു പച്ചില ആയാൽ മതി. ഇതിപ്പോൾ നമുക്ക് ഇവിടെ വേസ്റ്റായി കിടക്കണതാണ് ആവശ്യമില്ലാതെ, അപ്പോൾ അത് ഇതിലിട്ട് കൊടുക്കാൻ വിചാരിച്ചു. അതുകൊണ്ട് അത് കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്തെങ്കിലും ഒരു പച്ചില, ഇപ്പോൾ ചീമക്കൊന്ന അല്ലെങ്കിൽ നമ്മുടെ മുറ്റത്തൊക്കെ പുല്ലുകളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ പറിച്ച് അങ്ങനെ അതൊക്കെ ഇട്ട് കൊടുക്കാം. ഇതൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ നമുക്ക് നമ്മുടെ തോട്ടം വൃത്തിയായി കിട്ടും, നല്ലൊരു വളമായി മാറുകയും ചെയ്യും. ഇതെല്ലാം കമ്പോസ്റ്റായി ചെടികൾക്ക് ഇട്ട് കൊടുത്താൽ നല്ല ഒരു വളമായി മാറും. നല്ല പൂക്കാനും കായ്ക്കാനും ഒക്കെ വളരെ നല്ലതാണ്. ഇഷ്ടംപോലെ തക്കാളിയും വെണ്ടയ്ക്കയും പച്ചമുളകും എല്ലാം നമ്മുടെ ആവശ്യത്തിലും കൂടുതലുണ്ടാവും. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ, ഞാൻ പറിക്കുന്നതും നടുന്നതും എല്ലാം ഇതുപോലുള്ള വളങ്ങൾ ഇട്ട് കൊടുത്തിട്ട് തന്നെയാണ്. അപ്പോൾ ഞാൻ അതെല്ലാം കുത്തി നിറയെ ഇട്ടിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മണ്ണ് കേട്ടോ. ഇത് ഞാൻ എന്തോ ഒരു ചേമ്പ് നട്ട ചാക്കത്തെ മണ്ണാണ്. അപ്പോൾ ഇതിങ്ങനെ മേലെ കൂടെ കുറച്ച് ഇട്ട് കൊടുക്കാം. കുറച്ചിട്ടാൽ മതി, ഒരുപാട് ഇടണ്ട. ഈ മണ്ണിൽ ധാരാളം സൂക്ഷ്മജീവികളുണ്ട്. ഉപകാരമുള്ളതുകൊണ്ട് ഉപദ്രവമുള്ളതുകൊണ്ട്. അപ്പോൾ ഉപകാരമുള്ള ജീവികൾ നമ്മൾ ഇട്ട് കൊടുത്ത കരിയിലയൊക്കെ വിഘടിപ്പിച്ച് പെട്ടെന്ന് വളമാക്കി മാറ്റും. ഇപ്പോൾ മണ്ണൊക്കെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ചും കൂടെ കരിയില തന്നെ വീണ്ടും ഇട്ട് കൊടുക്കാം. കരിയില കമ്പോസ്റ്റ് ആണല്ലോ, അപ്പോൾ കരിയില തന്നെ കുറച്ചും കൂടെ ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കരിയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇടാൻ പോകുന്നത് കിച്ചൺ വേസ്റ്റാണ്. പഴത്തൊലി, മുട്ടത്തോട്, പേപ്പർ എല്ലാം ഉണ്ട് കേട്ടോ ഇതിൽ. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ അടുപ്പ് കത്തിക്കണവരാണെങ്കിൽ നമുക്ക് ചാരം കുറച്ച് ഇട്ട് കൊടുക്കാം എല്ലാം. അതേപോലെ ചായപ്പൊടിൻ്റെ ചായപ്പൊടി ഇടുമ്പോൾ നമ്മളൊന്ന് കഴുകിയിട്ടാൽ നല്ലതായിരിക്കും, ഇല്ലെങ്കിൽ ഉറുമ്പ് വരും. പിന്നെ ഇതുപോലെ ഞാൻ കുറച്ച് ഇതിന് വേണ്ടിങ്ങാണ്ട് ചേർത്ത് വെച്ചതാണ്. ഇല്ലെങ്കിൽ ഞാൻ എല്ലാ ദിവസവും കുറേശ്ശെ ഇലയും കിച്ചൺ വേസ്റ്റും പുളിച്ച കഞ്ഞിവെള്ളം ഇതിങ്ങനെ എല്ലാം എൻ്റെ ചാക്കിൽ അന്നന്ന് ഇട്ടിട്ട് അങ്ങനെ മൂടി വെക്കലാണ്. ഇതിപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ ഒന്നിച്ച് ഇട്ടതാണ്.
ഇനി അതിൻ്റെ മേലെ ഇതുപോലെ കുറച്ച് നേരത്തെ ഇട്ട പോലെ തന്നെ, ഒരുപാട് ഇടണ്ട, കുറേശ്ശെ ഇട്ട് കൊടുത്താൽ മതി മണ്ണ്. പിന്നെ ഫുഡ് വേസ്റ്റ് നമ്മൾ ഇതിലിടാൻ പാടില്ല കേട്ടോ. ഫുഡ് വേസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ കഴിക്കുന്ന ഫുഡ് ഒന്നുമല്ല, നമ്മൾ കളയുന്ന ഈ മീൻ മുള്ള്, ഇറച്ചിൻ്റെ എല്ല്, അതേപോലെ ചോറ് പ്ലേറ്റിലൊക്കെ ഉണ്ടാവുമല്ലോ കുറച്ചൊക്കെ, അതൊക്കെ നമ്മൾ കൊണ്ടുവന്ന് ഇതിലിട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അതെല്ലാം കെട്ടി വെച്ച് തിരിച്ച് വന്ന് പിന്നെ പോയി നോക്കുമ്പോൾ അതെല്ലാം മാന്തി പറിച്ച് പരത്തി ഇട്ടിട്ടുണ്ടാവും. അതേപോലെ ഈ കപ്പൻ്റെ തൊലിയും ഇടാതെ വെക്കുന്നത് നല്ലതാണ്. അതെനിക്കൊരു അനുഭവമാണ്. ഞാൻ കപ്പത്തൊലി ഇട്ടുകൊണ്ട് ഒരു ചാക്കിൽ കപ്പ നട്ടപ്പോൾ അത് എല്ലാം മാന്തി, ഇനി അത് കൊമ്പെല്ലാം കടിച്ച് തിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കിങ്ങനെ തോന്നി അതിൽ കപ്പൻ്റെ തൊലി ഇട്ടിട്ടുണ്ടായിരുന്നു, ആ സ്മെല്ലിന് ചാക്ക് വലിച്ചു കീറിയതാണോ എന്ന്. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ഒന്നും മാക്സിമം ഇടാതിരിക്കണതാണ് നല്ലത്. കാരണം ഞാൻ കപ്പ നട്ട് 4 ദിവസം ആയപ്പോൾ തൊട്ടുണ്ടോ കിഴങ്ങ് ഇറങ്ങിയിട്ട്, പിന്നെ കിഴങ്ങ് തിന്നാനാ വിചാരിക്കുക. കിഴങ്ങൊന്നും ഇറങ്ങിയിട്ടൊന്നുമില്ല, 4 ദിവസം ആയിട്ടുള്ളൂ. അപ്പോഴേക്കിന് തന്നെ എല്ലാം വലിച്ച് കീറി അത് കൊമ്പെല്ലാം കടിച്ച് തിന്ന് കിടക്കുന്നുണ്ട്. ഈ എലി, പെരുച്ചായി ഇതൊക്കെ വന്നിട്ടാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഈ കിച്ചൺ വേസ്റ്റ് ഇതിൽ ഇടുന്നത് കൊണ്ട് വേറെയും ഒരു ഗുണമുണ്ട്. അതിൽ കുറേ വിത്തുകൾ ഉണ്ടാവുമല്ലോ, അതൊന്നും ചീഞ്ഞു പോവില്ല, നല്ല ആരോഗ്യത്തോടെ അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവും. പിന്നെ നമ്മളിതെല്ലാം കമ്പോസ്റ്റായി വേറെ ചെടികൾക്കൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ അതിൽ ഇതൊക്കെ മുളച്ച് വരും. ഈ കുമ്പളന്, മത്തന്, വെള്ളരി, ചരങ്ങ, ഞാനിതൊന്നും പിന്നെ പൈസ കൊടുത്ത് വാങ്ങുകയോ മുളപ്പിക്കുകയോ ചെയ്യാറില്ല. ഇതുപോലെ മുളച്ച് കിട്ടുന്നതാണ്. അത് അങ്ങനെ സംരക്ഷിച്ച് പടർത്തി വിടലും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ നല്ല കായും കിട്ടും, നല്ല ആരോഗ്യമുള്ള തൈകളും ആയിരിക്കും. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നേക്കാളും അതുപോലെ നമ്മൾ വിത്ത് മുളപ്പിക്കുന്നതിനേക്കാളൊക്കെ നല്ല ഉഷാറുള്ള തൈകളായിരിക്കും ഇങ്ങനെ കിട്ടും. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് വളവും കിട്ടും, തൈകളും കിട്ടും. തക്കാളി തൈയും എല്ലാ തൈകളും കിട്ടും കേട്ടോ, നമ്മൾ വീട്ടിൽ കൊണ്ടുവരുന്ന പയർ എല്ലാം. അപ്പോൾ ഞാൻ മണ്ണ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലേക്ക് കുറച്ചും കൂടെ ഇല ഇട്ട് കൊടുക്കുന്നുണ്ട്, കരിയില. ഇതുപോലെ കുറച്ചും കൂടെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഞാൻ ഇനി ചെയ്യുന്നത്, ഇവിടെ ഈ മുറ്റത്തിൻ്റെ അരികിലൊക്കെ അല്ലേ ഈ പുല്ലൊക്കെ ഉണ്ടല്ലേ, ഇതൊക്കെ ഒന്ന് പറിച്ചിട്ട് അതിലിട്ട് കൊടുക്കാം. ഇതൊക്കെ അതിൽ ഇട്ട് കൊടുക്കാം. ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ടുള്ള ലാഭം എന്താണെന്നറിയോ? പൈസയ്ക്ക് ചിലവില്ല. ചാണകത്തിനൊക്കെ ഭയങ്കര വിലയാണ്. അപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, അവർ ഒരുപാട് കഷ്ടപ്പെട്ട് പുല്ലൊക്കെ അരിഞ്ഞ് മാടിന് തീറ്റ ആണല്ലോ അത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിന് കാശ് കൊടുത്തേ പറ്റൂ. അപ്പോൾ പശുവിനെ ഒന്നും വളർത്താതെ വീട്ടിലിരിക്കണ നമുക്ക് പറ്റുന്നത് പോലെ ഇതുപോലെയൊക്കെ ചെയ്ത് വളം നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതാണ് നല്ലത്. ഇതിപ്പോൾ ഞാൻ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി ഇങ്ങനെ ഒന്നിച്ച് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ദിവസേന നമ്മൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ അടുക്കളയും പരിസരവും എല്ലാം നല്ല വൃത്തിയായിരിക്കും. എല്ലാ ദിവസവും ഒരു ചാക്കെടുത്തിട്ട് ഇതുപോലെ കരിയിലയും പുല്ലും അതുപോലെ അടുക്കളയിലുള്ള വേസ്റ്റും ഇങ്ങനെ കുറേശ്ശെ ഇട്ട് കൊടുത്താൽ മതി. ഇപ്പം നമ്മൾ പുല്ലൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി അതിൻ്റെ മേലേക്ക് കുറച്ചും കൂടെ കിച്ചൺ വേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഇട്ടിട്ട് അതിൻ്റെ മേലെ കുറച്ചും കൂടെ മണ്ണ് ഇട്ട് കൊടുക്കാം. കുറച്ചിട്ടാൽ മതി. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഓരോ ചാക്കിലും ഇതുപോലെ ചെയ്ത് വെക്കുമ്പോൾ ആദ്യം ഇട്ട് വെച്ച ചാക്ക് കമ്പോസ്റ്റ് ആയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ നമുക്ക് അതെടുത്തിട്ട് അതിൽ തന്നെ പല പച്ചക്കറികളും നടാം. അപ്പോൾ നമ്മൾ മണ്ണിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ കുറച്ചുകൂടെ കരിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് മണ്ണും കൂടെ ഇട്ട് കൊടുക്കാം. ലാസ്റ്റാണ് കേട്ടോ ഇടുന്നത്. ഈ മണ്ണ് മേലെ ലാസ്റ്റ് ഇട്ട് കൊടുക്കുന്നത് കൊണ്ട് ഉള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ കൊതുക്, ഈച്ച പോലുള്ള ജീവികളൊന്നും വരില്ല. ഇങ്ങനെ മേലെ മണ്ണിട്ട് മൂടി കൊടുക്കുകയാണെങ്കിൽ. പിന്നെ ലാസ്റ്റ് കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ച് കൊടുക്കാം.
ലാസ്റ്റ് ഒഴിക്കണം എന്നില്ല, ഇടയിലും ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. പിന്നെ എന്നിട്ട് നമുക്ക് ഇതുപോലെ ചാക്ക് ഒരു കയറ് വെച്ച് കെട്ട്. പിന്നെ അടിയിൽ ഹോൾസ് ഇട്ട് കൊടുക്കണം കേട്ടോ. അത് ഞാൻ ഫസ്റ്റ് പറയാൻ വിട്ടു. ചാക്കിൻ്റെ അടിയിൽ വെള്ളം കെട്ടി നിൽക്കാതിരിക്കാൻ. എന്നിട്ട് ഇതുപോലെ ഒരു മേലെ ഒരു വെയിറ്റ് പലകയോ കല്ലോ എന്തെങ്കിലും വെച്ച് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഇല്ലെങ്കിൽ രാത്രിയിൽ എലിയോ പെരുച്ചായോ എന്തെങ്കിലും വന്ന് തട്ടിയിടാൻ സാധ്യതയുണ്ട്. ഇനിയിപ്പോൾ ചാക്ക് വീട്ടിലില്ലാത്തവരാണെങ്കിൽ നമ്മൾ 5 കിലോ അരി കൊണ്ടുവരുന്ന ചെറിയ സഞ്ചികൾ അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ, അതിലൊക്കെ ഇതുപോലെ ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഒരുപാട് വളം കിട്ടും, ചെടികൾ കിട്ടും, അതുപോലെ പോട്ട് തേടി നടക്കേണ്ട ആവശ്യമില്ല. എല്ലാം കൊണ്ടും വളരെ ഉപകാരമാണ്. വീടും പരിസരവും എല്ലാം വൃത്തിയാവുകയും ചെയ്യും. എലി പെരുച്ചായി പോലുള്ള ജീവികളൊന്നും വീടിൻ്റെ അടുത്ത് കൂടെ വരില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം എനേബിൾ ചെയ്താൽ മാത്രമേ ഇതുപോലെ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. നാളെ വീണ്ടും മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. അസ്സലാമു അലൈക്കും.